വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ CPM മുൻ റാന്നി ഏരിയ കമ്മിറ്റി അംഗത്തിനായി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അലൻ മാത്യു ഒളിവിലാണ് എന്നും അന്വേഷണം തുടരുകയാണ് എന്നുമാണ് റാന്നി പോലീസിന്റെ വിശദീകരണം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, എന്തുകൊണ്ടാണ് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്? വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്, പരാതി കൃത്യമായ സമയത്ത് കിട്ടിയതാണ്. എന്തുകൊണ്ടാണ് പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിയാതിരുന്നത്? മധു, ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിനൊരു വിശദീകരണം എന്നുള്ളത്, അതായത് FIR യുവതിയുടെ മൊഴിപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായും പലയിടങ്ങളിൽ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി ഈ യുവതി പറയുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള അലൻ മാത്യു CPIM റാന്നി മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ DYFIയുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെ CPIMന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള അലൻ മാത്യു യുവതിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി, അത് എറണാകുളം, വാഗമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഈ പരാതി പോലീസ് സ്വീകരിക്കുകയും പിന്നീട് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവതി ആത്മഹത്യാ ശ്രമം നടത്തി, അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അവിടെ ചെന്നാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ യുവതി പറയുന്നത് നേരത്തെ തന്നെ ഈ വിഷയം പാർട്ടി നേതൃത്വത്തോടും ഒപ്പം തന്നെ പോലീസിനെയും അറിയിച്ചിരുന്നു. പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും അലൻ മാത്യുവുമായി പാർട്ടി നേതൃത്വം സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയം അലൻ മാത്യു വിവാഹം കഴിച്ചുകൊള്ളാം എന്ന വാക്കാണ് നൽകിയത്. പിന്നീട് ആ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന വാക്കിൽ നിന്നും അലൻ മാത്യു പിന്മാറുകയും അതിനെ തുടർന്ന് യുവതി വീണ്ടും പരാതിയുമായി സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് യുവതി ആത്മഹത്യാ ശ്രമം നടത്തിയത്. പക്ഷേ നേരത്തെ തന്നെ പോലീസിലേക്ക് ഈ ഒരു പരാതി ലഭിച്ചിരുന്നു, പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചിരുന്നു. പക്ഷേ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകഞ്ഞപ്പോഴാണ് ആത്മഹത്യാ ശ്രമം യുവതി നടത്തിയത്. ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു FIR രജിസ്റ്റർ ചെയ്തിട്ട്. പക്ഷേ പ്രതിയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ അലൻ മാത്യു പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യത്തിനായി. ഇപ്പോൾ മുൻകൂർ ജാമ്യം ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യുവതി ഇപ്പോൾ വീണ്ടും ഒരു പരാതിയുമായി വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് കാരണമായത് പോലീസിന്റെ അനാസ്ഥ തന്നെയാണ്. കാരണം FIR രജിസ്റ്റർ ചെയ്ത ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പ്രതിയായിട്ടുള്ള അലൻ മാത്യുവിനെ പിടികൂടാൻ റാന്നി പോലീസ് തയ്യാറായില്ല. തന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പ്രതിയിലേക്ക് എത്താൻ, പ്രതിയെ പിടികൂടുന്നതിന് റാന്നി പോലീസിന് സാധിച്ചില്ല. ഇതിനിടയിൽ തന്നെ നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാനും അവിടെ നിന്ന് മുൻകൂർ ജാമ്യം നേടാനുമുള്ള സാവകാശം ഈ പ്രതിക്ക് ലഭിച്ചു എന്ന് യുവതി പറയുന്നുണ്ട്. ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവതിയുടെ തീരുമാനം. ഒപ്പം തന്നെ റാന്നി പോലീസ് പറയുന്നത് ഇതിന്റെ പരാതി ലഭിച്ചപ്പോൾ മുതൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്, പക്ഷേ പ്രതിയെ കണ്ടുകിട്ടിയില്ല എന്നുള്ളതാണ്. പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നത് അലൻ മാത്യുവിനെതിരെ പരാതി ലഭിച്ചപ്പോൾ തന്നെ പാർട്ടിയിൽ ചുമതല നൽകിയിരുന്ന എല്ലാ ചുമതലകളിൽ നിന്നും ഈ അലൻ മാത്യുവിനെ മാറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണ് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വവും ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ശരി, അലൻ മാത്യുവിനെതിരായ പീഡനാരോപണം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, ഗർഭമലസ്യതിനെ തുടർന്ന് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി, അതിനുശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നത്. ഇപ്പോൾ